കർണാടകയിൽ മുഖ്യമന്ത്രി പദം സിദ്ധരാമയ്യയും ഡി.കെ. ശിവകുമാറും പങ്കിട്ടേക്കും. കർണാടകയിലേത് ജനകീയ സർക്കാർ ആയിരിക്കുമെന്ന് സിദ്ധരാമയ്യ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിശദാംശങ്ങളുമായി ബംഗളൂരുവിൽ നിന്നും അജി കുഞ്ഞുമോൻ ചേരുന്നുണ്ട്. അജി, കനത്ത ഒരു വിജയമാണ് കർണാടക നിയമസഭയിൽ കോൺഗ്രസ് നേടിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പദം സിദ്ധരാമയ്യയും ഡി.കെ. ശിവകുമാറും പങ്കിട്ടേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. കർണാടകയിലേത് ജനകീയ സർക്കാർ ആയിരിക്കുമെന്നാണ് സിദ്ധരാമയ്യ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? അതിരാ, തീർച്ചയായും ഞാനിപ്പോൾ നിൽക്കുന്നത് വിധാൻസൗദയിലാണ്. തീർച്ചയായും നിൽക്കുന്നത് ഈ വിധാൻസൗദയിൽ നിൽക്കുമ്പോൾ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം, കർണാടകയിൽ ആര് ഭരിക്കും എന്നുള്ള കാര്യം നമുക്ക് ഏറ്റവും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അറിയാൻ കഴിയും. 2.5 വർഷം എന്നുള്ള സമവായത്തിലാണ് ഇപ്പോൾ AICC എത്തിയിരിക്കുന്നത്. രണ്ടുപേരെയും പിണക്കുന്നില്ല. അതായത് സിദ്ധരാമയ്യയും DKയും പിണക്കാത്ത തന്നെ രണ്ടുപേർക്കും തുല്യ പ്രാധാന്യത്തോടുകൂടി തന്നെ പാർട്ടി രണ്ടുപേരെയും കാണുന്നുണ്ട്. കാരണം ഈ വിജയം എന്ന് പറയുന്നത് രണ്ടുപേരുടെയും കൂടി വിജയമാണ്. അതുകൊണ്ട് തന്നെ 2.5 വർഷം എന്ന സമവായത്തിൽ 2.5 വർഷം സിദ്ധരാമയ്യയ്ക്കും 2.5 വർഷം DKയ്ക്കും നൽകാനായിരുന്നു തീരുമാനിച്ചിരിക്കുന്നത്. നാളെ ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ വരും. നാളെ വൈകുന്നേരം 5:30-ക്കാണ് ഗവർണറെ കാണുന്നത്. അതിനു മുൻപ് തന്നെ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെയും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം, ആദ്യഘട്ടത്തിൽ അതായത് 4 ഉപമുഖ്യമന്ത്രിമാർ ആണ് പറഞ്ഞിരുന്നത്. 4 ഉപമുഖ്യമന്ത്രിമാർക്ക് സാധ്യതയുണ്ട് എന്ന തലത്തിലൊക്കെ പറഞ്ഞു. അതായത് DK ശിവകുമാർ ഉൾപ്പെടെയുള്ളവർക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം എന്ന തരത്തിലാണ് പറഞ്ഞിരുന്നത്. എന്നാൽ അതൊക്കെ തന്നെ മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഉപമുഖ്യമന്ത്രി സ്ഥാനം 4 പേർക്കും വേണ്ട. മറ്റൊന്ന്, സമവാക്യത്തിലൂടെ ഇത് നീക്കാമെന്നുള്ള തരത്തിൽ, അതായത് സിദ്ധരാമയ്യയ്ക്കും ഒപ്പം തന്നെ DKയ്ക്കും ഇക്വാലിറ്റി പോലെ തുല്യതയോടുകൂടെ തന്നെ 2.5 വർഷം ഇത് നൽകുക എന്നുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് നിന്നത് എന്നതാണ് ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള തെക്കട്ട ചർച്ചകളൊക്കെ തന്നെ നടക്കുന്നുണ്ട്. മല്ലികാർജ്ജുൻ ഖാർഗെയും രഞ്ജിത്ത് സുർജേവാലയും ഒപ്പം തന്നെ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കൾ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. AICC നേതാക്കളെല്ലാം തന്നെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ ക്യാമ്പ് ചെയ്താണ് ഇവർ ഇത്തരത്തിൽ ചർച്ചകൾ നടത്തുന്നത്. ആ ചർച്ചകൾ ഔദ്യോഗിക പ്രഖ്യാപനം നാളെ ഉണ്ടാകും. നാളെ അറിയാൻ കഴിയും ആരായിരിക്കും കന്നഡയുടെ മുഖ്യമന്ത്രി എന്നുള്ളത്. നാളെ വൈകുന്നേരത്തിന് മുൻപ് തന്നെ അറിയാൻ കഴിയും. അതിരാ, ശരി അജി. കർണാടകയിൽ മുഖ്യമന്ത്രി പദം സിദ്ധരാമയ്യയും DK ശിവകുമാറും പങ്കിട്ടേക്കും. കർണാടകയിലേത് ജനകീയ സർക്കാർ ആയിരിക്കുമെന്ന് സിദ്ധരാമയ്യ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ബംഗളൂരുവിൽ നിന്നും അജി കുഞ്ഞുമോൻ.